ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മളൊരു തമിഴ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അത് വാഴത്തണ്ട് കൊണ്ടുള്ള ഒരു ഡിഷാണ്, വാഴത്തണ്ട് കൂട്ട്. ഇത് നല്ല കുറുകിയൊരു കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഞാൻ വാഴത്തണ്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ചതുര കഷ്ണത്തിൽ ചെറുതാക്കിയിട്ട്. എന്നിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് പുതിർത്തി വെച്ചതാണ്. എന്നിട്ട് മാറ്റി വെച്ചേക്കുക. അത് 1 കപ്പോളം ഉണ്ട്, 2 കപ്പോളം. മൂങ് ദാൽ ഒരു 3 ടേബിൾ സ്പൂൺ പുതിർത്തി വെച്ചേക്കുക, ഒരു 30 മിനിറ്റ് അങ്ങനെ. പിന്നെ തേങ്ങ ചിരുകിയത് 1/2 കപ്പ്. ഇത്രയും സാധനം റെഡിയാക്കി വയ്ക്കുക. ആദ്യം നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു മിക്സി ജാറിൽ തേങ്ങയും 1/4 ടീസ്പൂൺ മഞ്ഞളും 1 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു കൊളുന്ത് കരിവേപ്പില, ഇത്രയും ഇട്ടിട്ട് ഒന്ന് പൾസ് മോഡിലിട്ടിട്ട് അരച്ചാൽ മതി. അധികം അരയണമെന്നില്ല. ഇനി നമ്മൾ കുക്കറിൽ വാഴത്തണ്ടും പിന്നെ പുതിർത്തി വെച്ചേക്കുന്ന മൂങ് ദാലും ഇട്ടിട്ട് കുറച്ച് വെള്ളം മതി, അധികം വെള്ളം വേണ്ട. വാഴത്തണ്ടിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. കുറച്ച് ഉപ്പും, ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിക്കുക. പിന്നെ ഒരു 2 പച്ചമുളക് കീറിയിട്ടിടുക. എന്നിട്ട് 2 വിസിലിൽ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. 2 വിസിൽ വന്നു. എന്നിട്ട് നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ എടുക്കുക. പാൻ ചൂടാക്കിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. പിന്നെ വറ്റൽമുളക് ഇടുക. പിന്നെ ഒരു 3 കൊളുന്ത് കരിവേപ്പില അതിലേക്ക് ഇടുക. പിന്നെ ഒരു സവാള അരിഞ്ഞത് അതിലേക്കിടുക. എന്നിട്ട് അത് നല്ല ബ്രൗൺ ആവുന്ന വരെ സോട്ട് ചെയ്യുക. സവാള നല്ല ബ്രൗണായി. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന വാഴത്തണ്ടും പരിപ്പും വേവിച്ച് വെച്ചേക്കുന്നത് അതിലേക്ക് പാനിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അത് കുക്ക് ചെയ്യുക തിക്കാവുന്ന വരെ. ഒരുവിധം തിക്കായി വന്നിട്ടുണ്ട്, വെള്ളം വാരുന്ന വരെ. എന്നിട്ട് തേങ്ങ ചതുക്കിയത് അതിലേക്ക് ഇടുക. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടെ കുറുകണ വരെ കുക്ക് ചെയ്യുക. കുറച്ച് കട്ടിയുള്ള കറിയാണ്, ഒഴിച്ചുകറി എന്ന് പറയാൻ പറ്റില്ല, ഒരു നമ്മുടെ കൂട്ടുകറിയൊക്കെ കണക്ക്. അപ്പം നമ്മുടെ വാഴത്തണ്ട് കൂട്ടുകറി റെഡിയായി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.